ഉമർ തങ്ങൾ പറയുന്ന മനോഹരമായൊരു കഥയുണ്ട്. നബി തങ്ങൾ സ്വഹാബത്തിനോടെല്ലാം സ്വതക്ക കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഉമർ തങ്ങളുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ സിദ്ദീഖ് തങ്ങളെ മറികടക്കുക എന്നുള്ളത്. ഉമർ തങ്ങൾ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പകുതി ഭാഗവും സ്വതക്കയായി നബി തങ്ങൾക്ക് നൽകി. ഉമർ തങ്ങൾ കരുതിയത് ഈ സ്വതക്കയുടെ വിഷയത്തിലെങ്കിലും അബൂബക്കർ തങ്ങളെ മറികടക്കാൻ എനിക്കാകുമെന്നായിരുന്നു. ആ സ്വതക്ക കൊടുത്ത ഉടനെ തന്നെ നബി തങ്ങൾ ഉമർ തങ്ങളോട് ചോദിച്ചു, നീ എന്താണ് നിന്റെ കുടുംബത്തിന് വേണ്ടി ബാക്കിയാക്കിയിട്ടുള്ളത്? തന്നതിനോട് തുല്യമായത് കുടുംബത്തിന് ബാക്കിയാക്കിയിട്ടുമുണ്ട് എന്ന് ഉത്തരം നൽകി. സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ അടുത്തുള്ള മുഴുവൻ സമ്പത്തും സ്വതക്കയായി നൽകി. ആ സമയത്ത് നബി തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ബാക്കിയാക്കിയിട്ടുള്ളത്? അപ്പോ സിദ്ദീഖ് തങ്ങൾ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ബാക്കിയാക്കിയിട്ടുള്ളത്. ഇത് കേട്ട് ഉമർ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ലാ അസ്ബിഖഹു ഇലാ ശൈഇൻ അബദ. ഒരിക്കലും സിദ്ദീഖ് തങ്ങളെ മറികടക്കാൻ എനിക്കാവില്ല. ഇവിടെയാണ് സിദ്ദീഖ് തങ്ങൾ വ്യത്യസ്തനാകുന്നത്. തൻ്റെ അനുരാഗത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച വ്യക്തിയുടെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.